പനിയൊന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുമല്ലേ. ഞാനിവിടെ നോക്കിയപ്പോൾ മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓംലേറ്റ് കഴിക്കാനോ, ഒപ്പം എൻ്റെ സ്റ്റൈൽ ഓംലേറ്റ് നിങ്ങൾക്ക് കാണിച്ചും തരാമല്ലോ. ഞാൻ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യും. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുട്ടയുടെ ടേസ്റ്റ് വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതെന്ന് പറയുന്നത് മിൽക്കാണ്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വിചാരിക്കും മിൽക്ക് ഓംലേറ്റിലോ എന്നൊക്കെ, പക്ഷെ വേറെ ലെവൽ ടേസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കൈ കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്യുക. പിന്നെ ലേശം എന്ത് ചെയ്യുക, കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നും ഓവറായിട്ട് യൂസ് ചെയ്യരുത്. ഈ പച്ചമുളക്, കുരുമുളക്, പിന്നെ ഈ ഉള്ളി ഒന്നും ഓവറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാം ലേശം എന്നാലാണ് ആ ഓംലേറ്റ് നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലേറ്റ് ഒരു സെറ്റ് ആയിട്ടുണ്ട്, വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ.